തൊടുപുഴ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ KL15A 476 ബസിനെ പൂട്ടിക്കെട്ടി മുട്ടം കോടതി ഉത്തരവിറക്കി. 2 വർഷം മുമ്പ് സ്വകാര്യ വാഹനവുമായി ഉണ്ടായ അപകടത്തിനെ തുടർന്ന് നടന്ന കേസിന്റെ വിധിയാണ് KSRTCയെ കുരുക്കിലാക്കിയത്. KSRTCയുടെ അലംഭാവമായ സമീപനമാണ് കോടതി വിധിയിലേക്ക് എത്തിച്ചത്. അത് നമ്മള് മുട്ടം MACT കോടതിയിലെ ഒരു കേസാണ് ഫയൽ ചെയ്തേക്കുന്നത്. അത് KSRTCയുടെ ഈ KL15A 476 ബസ്, പാലക്കാട് ബസ്, അത് രണ്ടുപേരെ ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു. രണ്ടുപേരെ വണ്ടി തട്ടിയിട്ടിട്ട് പോയായിരുന്നു. പോയിട്ട് അപ്പോൾ അത് അവർ മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ അതിന്റെ കേസ് ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് നടക്കുകയാണ്. ഇപ്പം കോടതി ഇപ്പോൾ ഉത്തരവിട്ടേക്കുന്നത്, MACT കോടതി ഉത്തരവിട്ടേക്കുന്നത് അതിനെ ബസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ബസ് ഇപ്പം നമ്മൾ കോടതിയിൽ നിന്ന് ജീവനക്കാർ വന്ന് അത് അറ്റാച്ച് ചെയ്ത് മാറ്റിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ കോടതി ഉത്തരവ് വരുന്നവരെ വണ്ടി അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്, ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമുക്കപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കോടതി ഉത്തരവ് നടപ്പിലാക്കിയേ പറ്റൂ. അപ്പം ബസ് ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് നോട്ടീസ് ഒട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അത് ബസ് നിരത്തിലിറക്കാൻ പറ്റുള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല. കാരണം 2 പേരെയാണ് ഒരു വണ്ടി തട്ടിയിട്ട് 2 പേർക്കും മാരകമായ പരിക്കാണ്. അതിന്റെ ഒരു KSRTC അത് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അത് എവിടെയുള്ള ആളുകൾക്കാണ്? അത് സ്ഥലം എവിടെയാണ്? അടിമാലി കൊണ്ടുള്ളവരാണ്. 2 പേരെ വണ്ടി തട്ടിയിട്ടിട്ട് പോയി. പക്ഷെ ഇതുവരെ എന്നിട്ട് അതിന് ശേഷം കേസ് പറഞ്ഞിട്ട് പോലും KSRTC അത് മുഖവിലക്കെടുത്തില്ല. അപ്പം കോടതിയിൽ ഇപ്പം ഒരു കേസ് വന്നു. കോടതി ഇപ്പം ബസ്സിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവായിട്ടുണ്ട്. ഈ ആക്സിഡന്റ് നടന്നതിന് ശേഷം എത്ര ദിവസം? ഇപ്പൊ ഒരു 2 വർഷത്തോളമായി. 2 വർഷം കൊണ്ട് കേസ് പറയാണ്. 2 വർഷം കൊണ്ട് അവര് കേസ് പറയാണ്. പക്ഷെ ഈ KSRTCന് വേണ്ടിയിട്ടൊരു മുഖവിലക്ക് എടുക്കാതെ നടക്കുവാണ്. ഇപ്പൊ KSRTC അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പം ബസ് കോടതി അപ്പോൾ അറ്റാച്ച് ചെയ്ത് മാറ്റിയിട്ടു. താക്കോൽ ഉൾപ്പെടെ നമ്മൾ അവരെ ഏൽപ്പിച്ചു. ഇനിയിപ്പോൾ അത് കോടതിയിൽ നിന്ന് ഇനി ഒരു ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ ബസ്സിന് വാഹനം ഓടിക്കാൻ പറ്റൂ. ഇപ്പൊ അവർ അടുത്ത ട്രിപ്പ് പോകണമെന്നിങ്ങനെ അടുത്ത ട്രിപ്പ് പോകാൻ പറ്റില്ല. ഈ ബസ്സിന് പോകാൻ പറ്റില്ല. ഇല്ല.